everyone, welcome to Study Loop. ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 എക്കണോമിക്സ് 4th ചാപ്റ്ററാണ് പോവർട്ടി. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാപ്റ്ററിൻ്റെ പേരാണ് പോവർട്ടി. അപ്പോൾ എന്താണ് പോവർട്ടി നോക്കാം. Poverty means a situation where people are unable to fulfill their basic needs like food, clothing, shelter, education and health. അതായത് ദാരിദ്ര്യം എന്നത് ഒരു മനുഷ്യന് ആഹാരം, വസ്ത്രം, വീട്, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയെയാണ് നമ്മൾ പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇനി ഈ പോവർട്ടീനെ കാറ്റഗറൈസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാറ്റഗറൈസിങ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഓൾവേസ് പുവർ, സെക്കൻഡ് യൂഷ്വലി പുവർ, തേർഡ് ക്രോണിക് പുവർ, ഫോർത്ത് ചേണിങ് പുവർ, ഫിഫ്ത്ത് ഒക്കേഷണലി പുവർ, സിക്സ്ത്ത് ട്രാൻസിയൻറ്റ് പുവർ, 7 നെവർ പുവർ അല്ലെങ്കിൽ നോൺ പുവർ. ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. Categorizing poverty, poor households are divided into groups based on how frequently they experience poverty. First one ആണ് always poor. People who remain poor all the time, they never come out of poverty. എല്ലായ്പ്പോഴും അവർ ദരിദ്രരാകും. രണ്ടാമത്തെയാണ് usually poor. People who are poor most of the time but sometimes slightly above the poverty line. അതായത് പലപ്പോഴായിട്ടായിരിക്കും അവർ ദരിദ്രരാകുക. മൂന്നാമത്തെയാണ് chronic poor. People who are long-term poor, poverty continues for many years or generations. തലമുറകളായിട്ട് അവർ ദരിദ്രരായിട്ടുള്ളവരായിരിക്കും. നാലാമത്തെയാണ് churning poor. People who moves in and out of poverty frequently, sometimes poor, sometimes not. ചിലപ്പോൾ അവർ ദരിദ്രരാകും, ചിലപ്പോൾ അവർ ദാരിദ്ര്യത്തിൽ നിന്ന് പോവും. അതായത് ദാരിദ്ര്യത്തിൽ നിന്ന് വരികയും പോവുകയും ചെയ്യുന്ന ആൾക്കാർ. അഞ്ചാമത്തെയാണ് ഒക്കേഷണലി പുവർ. പീപ്പിൾ ഹു ആർ പുവർ ഓൺലി ഇൻ സം ഇയേഴ്സ്, യൂഷ്വലി വെൻ ദേ ഫേസ് എ ഷോക്ക്. ചിലപ്പോൾ മാത്രം ദാരിദ്ര്യത്തിലാവുന്ന ആൾക്കാരാണ്. അതായത് താൽക്കാലിക പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ദാരിദ്ര്യത്തിലാവുന്നു. ആറാമത്തെയാണ് ട്രാൻസിയൻറ്റ് പുവർ. പീപ്പിൾ ഹു എക്സ്പീരിയൻസ് പോവർട്ടി ഓൺലി ഫോർ എ ഷോർട്ട് പീരിയഡ് ഡ്യൂ ടു ടെമ്പററി പ്രോബ്ലം സിമിലർ ടു ഒക്കേഷണലി പുവർ. താൽക്കാലിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അവർ. ഏഴാമത്തെയാണ് നെവർ പുവർ അല്ലെങ്കിൽ നോൺ പുവർ. പീപ്പിൾ ഹു നെവർ ഫോൾ ബിലോ ദ പോവർട്ടി ലൈൻ, ദേ ഹാവ് സ്റ്റേബിൾ ഇൻകം ആൻഡ് ഗുഡ് ലിവിങ് കണ്ടീഷൻസ്. അതായത് ദാരിദ്ര്യമില്ലാത്തവരായിരിക്കും അവർ, ഒരിക്കലും ദാരിദ്ര്യമാവാത്തവർ. ഇനി എന്താണ് പോവർട്ടി ലൈൻ എന്ന് നോക്കാം. ദ പോവർട്ടി ലൈൻ ഈസ് എ മിനിമം ലെവൽ ഓഫ് ഇൻകം ഓർ കൺസംപ്ഷൻ റിക്വയർഡ് ഫോർ എ പേഴ്സൺ ടു മീറ്റ് ബേസിക് നീഡ്സ് ലൈക്ക് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. ഇഫ് എ പേഴ്സൺ ഇൻകം ഓർ കൺസംപ്ഷൻ ഈസ് ബിലോ ദിസ് മിനിമം ലെവൽ, ദേ ആർ കൺസിഡേർഡ് പുവർ. എന്താ പറയണത്? ഒരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, വീട്, വിദ്യാഭ്യാസം, ആരോഗ്യം ഇവയൊക്കെ നിറവേറ്റാൻ ആവശ്യമായ കുറഞ്ഞ വരുമാനം ആവശ്യമാണ്. ആ വ്യക്തിയുടെ വരുമാനമോ ചെലവോ ഈ രേഖയ്ക്ക് താഴെയായാൽ, അതായത് ആ ഒരു ലൈനിന് താഴെയായാൽ അവർ ദാരിദ്ര്യരായിട്ട് കണക്കാക്കപ്പെടുന്നു. അടുത്ത ടോപ്പിക്കാണ് വാട്ട് കോസസ് പോവർട്ടി അല്ലെങ്കിൽ കോസസ് ഓഫ് പോവർട്ടി. പോവർട്ടി വരാനായിട്ടുള്ള കാരണങ്ങളാണ് പറയുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ്, ലോ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ലോ പ്രൊഡക്ടിവിറ്റി ഇൻ അഗ്രികൾച്ചർ, റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത്, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, സോഷ്യൽ ഫാക്ടേഴ്സ്, ലാക്ക് ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇൻഡെപ്റ്റ്നെസ്, നാച്ചുറൽ ക്ലാമിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻറ്റ് പറഞ്ഞാൽ പീപ്പിൾ ഡു നോട്ട് ഗെറ്റ് റെഗുലർ ജോബ്, നോ സ്റ്റേബിൾ ഇൻകം. അതായത് തൊഴിലില്ലായ്മയാണ് പറയുന്നത്. ആൾക്കാർ റെഗുലറായിട്ട് ജോബിന് പോയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ഇൻകം കിട്ടില്ല. രണ്ടാമത്തെയാണ് ലോ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഗെറ്റ് ലോ പേയിങ് ജോബ്സ്. കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള ജോലി, അതിനനുസരിച്ചുള്ള വരുമാനമായിരിക്കും കിട്ടുക. മൂന്നാമത്തെയാണ് ലോ പ്രൊഡക്ടിവിറ്റി ഇൻ അഗ്രികൾച്ചർ. സ്മാൾ ലാൻഡ്, ട്രഡീഷണൽ മെത്തേഡ്സ്, അവർക്കൊക്കെ കിട്ടുന്ന ഔട്ട്പുട്ട് പറയുന്നത് ലോ ഇൻകം ആയിരിക്കും. ചെറിയ ഭൂമിയുള്ള ആൾക്കാർ അവിടെ കൃഷി ചെയ്യുകയും അത് ട്രഡീഷണൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടുന്ന വരുമാനം പറയുന്നത് കുറവായിരിക്കും. കൃഷിയിൽ കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയാണ് അവിടെ ഉണ്ടാവുക. നാലാമത്തെയാണ് റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. മോർ പീപ്പിൾ, ലെസ് റിസോഴ്സസ്, മോർ പോവർട്ടി. അതായത് ജനസംഖ്യയുടെ വേഗത്തിലുള്ള വർധനം.
അഞ്ചാമത്തെയാണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. എ ഫ്യൂ പീപ്പിൾ ഓൺ മോസ്റ്റ് വെൽത്ത്, മെനി റിമെയിൻ പുവർ. വരുമാനവും സമ്പത്തും വിഭജിക്കലാണ് ഇവിടെ പറയണത്. അടുത്താണ് സോഷ്യൽ ഫാക്ടേഴ്സ്. കാസ്റ്റ് സിസ്റ്റം, ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഇൻഇക്വാളിറ്റി, ജാതി വ്യവസ്ഥ, വിവേചനം, ലിംഗസമത്വം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഏഴാമത്തെയാണ് ലാക്ക് ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ്. പുവർ ഹെൽത്ത് പീപ്പിൾ കനോട്ട് വർക്ക് പ്രോപ്പർലി. അതായത് ആരോഗ്യം മോശമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് തൊഴിൽ നേരെ ചെയ്യാൻ പറ്റില്ല, കനോട്ട് വർക്ക് പ്രോപ്പർലി ആയിരിക്കും. എട്ടാമത്തെയാണ് ഇൻഡെപ്റ്റ്നെസ്. പീപ്പിൾ ടേക്ക് ലോൺസ്, കനോട്ട് റീപേ, ബിക്കം പുവറർ. അതായത് ആൾക്കാർ ലോൺസുകൾ എടുത്തതിന് ശേഷം അത് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ അതൊരു വലിയൊരു ബാധ്യതയായിട്ട് മാറും, കടബാധ്യതയായിട്ടാണ് പിന്നീട് മാറുക. ഒമ്പതാമത്തെയാണ് നാച്ചുറൽ ക്ലാമിറ്റീസ്. ഫ്ലഡ്സ്, ഡ്രോട്ട്സ്, ക്രോപ്പ് ഫെയിലിയേഴ്സ്, അതൊക്കെ എന്തിന് കാരണമായിരിക്കും? ലോസ് ഓഫ് ഇൻകത്തിന് കാരണങ്ങളായിരിക്കും. പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വിളനാശത്തിന് കാരണമായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ദ നമ്പർ ഓഫ് പുവർ ഇൻ ഇന്ത്യ, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവാർഡ്സ്. ഇന്ത്യയിലെ പോളിസീസും പ്രോഗ്രാംസും ആണ് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. 2005 ഈ ആക്ട് വന്നത്. 100 ദിവസത്തെ തൊഴിലുറപ്പ് പദ്ധതിയാണിത്. രണ്ടാമത്തെയാണ് പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. ചെറുകിട ബിസിനസ്സിന് വായ്പ നൽകി സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതി. മൂന്നാമത്തെയാണ് സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്ഗാർ യോജന. അതായത് ഗ്രാമീണ സ്വയം സഹായ ഗ്രൂപ്പുകൾ വഴി വരുമാന സാധ്യതകൾ ഒരുക്കുന്ന പദ്ധതി. നാലാമത്തെയാണ് പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന. ഗ്രാമീണ മേഖലയുടെ വികസന പദ്ധതി. അതായത് വീട്, വെള്ളം, ആരോഗ്യം, പോഷണം അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അടുത്തതാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗര ദാരിദ്ര്യർക്കുള്ള തൊഴിൽ പദ്ധതിയാണിത്. അടുത്താണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. വയോധികർ, വിധവകൾ, വൈകല്യമുള്ളവർ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പെൻഷൻ പദ്ധതിയാണ് ഈ ഒരു കാര്യം. അപ്പം നമ്മുടെ പോവർട്ടി എന്നുള്ള ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.